ഹായ്, നമ്മുടെ ലാസ്റ്റ് സെഷൻ കലണ്ടർ ആയിരുന്നു. പ്രോജക്ട്സിൽ കലണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിൻ്റെ കാൽക്കുലേഷൻ ഫുൾ, അതായത് ഷെഡ്യൂൾ ചെയ്യാൻ നേരം ആക്ടിവിറ്റീസിൻ്റെ ഡേറ്റ്സ് കിട്ടുന്നത്, ആ ഡേറ്റിൻ്റെ കാൽക്കുലേഷൻ, ഫ്ലോട്ട്, അതെല്ലാം ഈ നമ്മൾ സെറ്റ് ചെയ്യുന്ന കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രൈമവറിയിൽ കലണ്ടറിൻ്റെ സെറ്റിങ് നല്ല രീതിയിൽ മനസ്സിലാക്കും. കലണ്ടർ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കരിയറിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു കൊറിയൻ കമ്പനിയിലായിരുന്നു, ദൂസാൻ. അവിടെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു റിയൽ പ്ലാനിങ് എന്നുള്ള രീതിയിൽ കയറിയത്. ഇന്ത്യയിലുണ്ടായിരുന്നു ഞാൻ, പക്ഷേ അത് റിയൽ പ്ലാനിങ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കയറാൻ നേരം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ ചെയ്യുന്ന ആ ടൈമിൽ. സോ അന്ന് ഇതേപോലെ കലണ്ടറിൽ എനിക്കൊരു ഇഷ്യൂ പറ്റി. ആക്ച്വലി കലണ്ടർ ആദ്യമേ ഞാൻ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ ആക്കി കൊടുത്തു. ആ ടൈമിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. എന്നിട്ട് അതറിഞ്ഞില്ല എന്തൊക്കെയാണ് ഡേറ്റിൽ ഇഷ്യൂസ് വന്നതെന്നുള്ളത്. പിന്നെ ഈ നമ്മൾ ഷെഡ്യൂൾ പ്രിൻറ്റ് ചെയ്ത് മീറ്റിങ്ങിനും മറ്റും ഇരിക്കാൻ നേരം മറ്റുള്ളവർ നോട്ട് ചെയ്ത് ഈ ഡേറ്റിന് വന്ന മിസ്റ്റേക്ക്. അത് കാരണം ഡേറ്റ് ഫുള്ള് തെറ്റി, ഡേറ്റിൻ്റെ കാൽക്കുലേഷൻ ഫുള്ള് തെറ്റി, ഡേറ്റിൻ്റെ ഒരു ലോജിക്കൊന്നും കറക്റ്റ് ആവുന്നില്ല, ഒരുപാട് ഇഷ്യൂസ്. സോ പിന്നെ അന്ന് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ അതിരുന്ന് ശരിയാക്കാൻ പിന്നെ ഷെഡ്യൂൾ മൊത്തത്തിലിരുന്ന് അന്ന് ഇപ്പോഴൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്താണ് സൊല്യൂഷൻ എന്നുള്ളത്. അന്ന് ആസ് എ ഫ്രഷർ അറിയത്തില്ല ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത്. ആ സമയത്തൊന്നും ഏകദേശം ഒരു 2010 ആ ടൈമിലൊന്നും പ്ലാനിങ് ഒരുപാട് ഇപ്പം ഇന്ന് കാണുന്ന എത്ര രീതിയിൽ യൂട്യൂബിലോ മറ്റു മീഡിയയിലൊന്നും ഗൂഗിളിലോ മറ്റോ ഒന്നും പ്ലാനിങ്ങിനോ അല്ലെങ്കിൽ പ്രൈമറിയെ പറ്റിയിട്ടൊന്നും വലിയ രീതിയിൽ വന്നിട്ടില്ല. സോ ആ ടൈമിൽ ഒരു സൊല്യൂഷൻ, ഒരു ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെത്താൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എനിവേ ഈ ഒരു കലണ്ടർ കാരണം എനിക്ക് കുറേ ഇഷ്യൂസ് പറ്റിയിട്ടുണ്ട്. അന്ന് ആ ഒരു ഇഷ്യൂ പിന്നെ അത് ശരിയാക്കാൻ കുറേ സമയമെടുത്തു. അപ്പോൾ എപ്പോഴും നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ നേരം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയാലും പിന്നെ ആയാലും കലണ്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ നേരം നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരുന്ന കുറേ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ആരോടും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഒരു പ്രൊജക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോസ് കാണും, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും കാണുമല്ലോ അവിടെ പ്ലാനിങ് ഉള്ളവർ, അവരോട് ചോദിക്കുക. നമുക്ക് ഹോളിഡേയ്സ് ആഡ് ചെയ്യേണ്ടി വരും. ചില കേസിൽ ആഡ് ചെയ്യണം, ചില കേസിൽ ആഡ് ചെയ്യണ്ട. അപ്പോൾ അത് ആഡ് ചെയ്യണോ വേണ്ടയോ, അതേപോലെ വർക്കിംഗ് അവേഴ്സ്, രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് വർക്കിംഗ്, അത് അവരുടെ അപ്രൂവലോട് കൂടി വേണം നമ്മൾ ചെയ്യാൻ. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഓരോന്ന് കലണ്ടറിലൊക്കെ ചെയ്ത് പ്രൊജക്റ്റിൽ അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് കലണ്ടർ എപ്പോഴെങ്കിലും മാറ്റേണ്ടി വരുമ്പോഴത്തേന് വീണ്ടും ഇരട്ടി പണിയാവും. എല്ലാം കറക്റ്റ് ആണോ, അതിൻ്റെ ആ ഒരു സെറ്റിംഗ് ഒക്കെ നോക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന്. സോ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യുക. മൾട്ടിപ്പിൾ കലണ്ടർ പ്രൊജക്റ്റ് യൂസ് ചെയ്യും. മൾട്ടിപ്പിൾ കലണ്ടർ യൂസ് ചെയ്യാൻ നേരം അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുത്തും. കലണ്ടർ വൺസ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഇടയ്ക്ക് പോയി മാറ്റാൻ നേരമാണ് ഒരുപാട് ഇഷ്യൂസ് വരുന്നത്. അതൊന്ന്. രണ്ടാമത് കലണ്ടറിൻ്റെ സെറ്റിംഗ് അറിയാതെ പോയി കലണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇഷ്യൂസ് വരും. സോ കലണ്ടർ റിയൽ വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റിൻ്റെ ഫുൾ കാൽക്കുലേഷൻ, ഡേറ്റ് കാൽക്കുലേഷൻ, ഫ്ലോട്ട് കാൽക്കുലേഷൻ, പിന്നെ അത് വെച്ചിട്ടുള്ള റിസോഴ്സിൻ്റെ കാൽക്കുലേഷൻ, കോസ്റ്റ് കാൽക്കുലേഷൻ, എല്ലാം ഈ അടിസ്ഥാന കലണ്ടറാണ്. സോ കലണ്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രമാണ്. അപ്പോൾ ഇത്രയാണ് പ്രാക്ടിക്കലായിട്ട് കലണ്ടറെ പറ്റി പറയാനുള്ളത്. നമുക്കപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണാം.